വ്യാപകമായ തോതിൽ കള്ളവോട്ട് ചേർക്കുന്നു എന്ന പരാതി തിരഞ്ഞെടുപ്പിന് മുൻപും തിരഞ്ഞെടുപ്പിന് ശേഷവും ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 30,000-നും 60,000-നും ഇടയിലുള്ള വോട്ടുകൾ ചേർന്ന് കാണാനാണ് സാധ്യത എന്നുള്ളതാണ് സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള BJP കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റിൽ തന്നെ 8 വോട്ട് 15 വോട്ട് ഒക്കെ തന്നെ വന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഇവിടെ ഒരു റീ ഇലക്ഷൻ നടത്തണം. ന്യായമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കണം. സുരേഷ് ഗോപി ചെയ്യേണ്ടത് അദ്ദേഹം ഇതുവരെ ഇതിനെ സംബന്ധിച്ചിടത്തോളം മൗനം പാലിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് ഈ ആക്ഷേപങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സത്യസന്ധമായ വിശദീകരണം നൽകുന്നതിന് വേണ്ടി കഴിയില്ല. മാധ്യമങ്ങളെ അഭിമുഖീകരിക്കാൻ അദ്ദേഹം ഭയന്ന് നടക്കുകയാണ്, ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഭയന്ന് നടക്കുകയാണ്. അതിൻ്റെ അർത്ഥം താൻ ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഈ രൂപത്തിൽ കള്ളവോട്ട് ചേർത്ത് അതിൽ നിന്നാണ് വിജയം നേടിയെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മാന്യമായി ചെയ്യേണ്ടത് ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം തന്നെ ഏറ്റെടുത്തുകൊണ്ട്, ഇപ്പോൾ തെളിഞ്ഞല്ലോ കള്ളവോട്ട് ചേർത്തെന്നുള്ളവർ, ഇതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് അടുത്തൊരു തെരഞ്ഞെടുപ്പിന് താല്പര്യമുണ്ടെങ്കിൽ നേരിടുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയ തന്നെ അട്ടിമറിക്കുന്ന സ്ഥിതിയാണുള്ളത്. കേന്ദ്രത്തിൽ ഇന്ന് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന അതിശക്തമായ സമരം രാജ്യത്തെ ജനങ്ങളുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ്. അപ്പോൾ കള്ളവോട്ട് ചേർത്തുകൊണ്ട് വ്യാജമായി വോട്ടർ സിസ്റ്റം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര ഭരണാധികാരികളുടെ വാലാക്കി മാറ്റിക്കൊണ്ട് വോട്ടർ സിസ്റ്റം തയ്യാറാക്കി അധികാരത്തിൽ വരുന്ന നയമാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. യഥാർത്ഥ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റല്ല കേന്ദ്രത്തിൽ ഭരിക്കുന്നത്. സാർ, ഈ സുരേഷ് ഗോപിയുടെ ഡ്രൈവറിൻ്റെ പേരിലുള്ള വോട്ട് തിരുവനന്തപുരത്ത് നിന്ന് വേടോട്ട് ചേർത്തു എന്നാണ് നമ്മുടെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിയുന്നത്. അജയകുമാറിൻ്റെ വോട്ട് അദ്ദേഹം തിരുവനന്തപുരം ശാസ്ത്രമംഗലത്ത് താമസിക്കുന്ന ആളാണ്, പക്ഷേ ഇവിടെ വന്ന് വോട്ട് ചെയ്ത് പോയിട്ടുണ്ട് എന്നാണ് ഒരു വോട്ടർ പട്ടികയിലുണ്ട്. എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്താണ് പ്രതികരിക്കുന്നത്? ഇതിന് മനസ്സിലാക്കേണ്ട, ഞാൻ പറഞ്ഞല്ലോ 30,000-നും 60,000-നും ഇടയ്ക്കുള്ള വോട്ട് ചേർത്തു എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് അജയകുമാറാണ് ഈ 30,000-നും 60,000-നും എൻ്റെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. ഇത് ഇത്ര വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള മറിമായവും കള്ളത്തരവും ഇതുവരെ കേരളം കണ്ടിട്ടില്ല. അത്ര വൃത്തികെട്ട തരംതാണ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ശ്രീ സുരേഷ് ഗോപി സ്വീകരിച്ചിരിക്കുന്നത്. അതൊക്കെ നാണമില്ലേ? കള്ളവോട്ട് ചേർക്കുക, 6 മാസങ്ങൾക്ക് മുമ്പ് ആളെ കൊണ്ട് ഇവിടെ താമസിപ്പിക്കുക, എന്നിട്ട് തെരഞ്ഞെടുപ്പ് മത്സരിക്കുക, ജയിക്കുക, മന്ത്രിയാവുക, എന്നിട്ട് അങ്ങനെ നിലഞ്ഞ് നടക്കുക മന്ത്രിയാണെന്ന് പറയും. തൃശ്ശൂർ മാത്രമല്ല, തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും BJP വലിയ മുന്നേറ്റം നടത്തി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് അവിടെ നടന്നു എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവിടെ അതെല്ലാം പരിശോധിക്കണം. ആറ്റിങ്ങ മണ്ഡലങ്ങളിലൊന്നും അത്ര വോട്ട് വരാൻ വേണ്ടിയുള്ള സാധ്യത കഴിഞ്ഞ കാലത്തെ രാഷ്ട്രീയ നിലപാട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതടക്കം പരിശോധിക്കണം. അവർ തിരഞ്ഞെടുപ്പ്, ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വൻതോതിലുള്ള പണമാണ് ഒഴുകുന്നത്. ഇപ്പോൾ തന്നെ ഓരോ വാർഡുകളിലും വലിയ തുക വീതമാണ് കൊടുത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. തുകയുടെ എത്രയാണെന്നുള്ളവർ അറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെയും എന്ത് വില കൊടുത്തു എന്നുള്ള അടിയോരിട്ട് പറയുന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സീറ്റുകൾ പിടിക്കുക, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉറപ്പായി പിടിക്കണമെന്നുള്ള നിലയിലുള്ള ഈ രൂപത്തിലുള്ള സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർപ്പ് അവിടെ, അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടുണ്ട്. സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർപ്പ് എന്നുള്ള നിലയിൽ വന്നിട്ടുണ്ട്. അതവിടെ ഞങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുന്നു. അതുപോലെ ഈ ഒരു BLOയുടെ വെളിപ്പെടുത്തൽ വന്നിട്ടുള്ള അദ്ദേഹം ഈ ആബ്സെന്റ് ലിസ്റ്റിൽ പെടുത്തിയ വോട്ടുകളാണ് ഈ വോട്ടർ പട്ടികയിൽ കയറിയതെന്നുള്ളതാണ്. അപ്പോൾ ഈ BLOമാർ അത് ആബ്സെന്റ് ലിസ്റ്റിൽ പെടുത്തിയാൽ പോലും അങ്ങനെ വോട്ടർ പട്ടികയിൽ വരണമെങ്കിൽ അതിനൊരു ഉന്നതതല ഇടപെടലൊക്കെ ഉണ്ടാകും. ഉന്നതതല ഇടപെടലും സാമ്പത്തിക ഇടപെടലും ഒക്കെ തന്നെ ഇക്കാര്യത്തിലുണ്ടായിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആയിട്ട് വൈകുന്നേരം 4 മണിക്ക് ശ്വാസം കഴിഞ്ഞിട്ട് പത്രസമ്മേളനം ഉണ്ട്, അപ്പോൾ നമുക്ക് പറയാം.
ഈ തിരുവനന്തപുരത്തും തിരുവനന്തപുരം കോർപ്പറേഷനും സുരേഷ് ഗോപി മോഡലുണ്ടെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപി മോഡലുണ്ട്. അവർ നമ്മൾ സാധാരണ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലെയല്ല, RSSനെ ഏൽപ്പിച്ചിരിക്കുക. 6 മാസം മുമ്പേ തന്നെ വാടക വീടെടുത്ത് അവിടെ താമസിക്കുക, അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിൽ താമസിക്കുക. അതല്ലേ സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക് ഇവിടെ വോട്ട്, തിരുവനന്തപുരത്ത് ശാസ്ത്രമംഗലത്ത് വോട്ട്, ഇവിടെ ഒരു ഫ്ലാറ്റിൽ 8 വോട്ട്, 16 വോട്ട്, 20 വോട്ട്, 79 വോട്ടാണ് ഒരു ഫ്ലാറ്റിൽ ചേർത്തിരിക്കുന്നത്. 79 വോട്ടാണ് ഫ്ലാറ്റിൽ ചേർത്തിരിക്കുന്നത്. അത് BJP-യുടെ ഭാരവാഹികളുണ്ട്. BJP-യുടെ ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കാതെ അദ്ദേഹം രാജിവെക്കുന്നതായിരിക്കും ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഏറ്റവും നല്ല മാർഗം.